ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പോൾ രാവിലെ 5:15 ആയതേ ഉള്ളൂ. ഞാൻ എഴുന്നേറ്റു. ചേട്ടൻ പറഞ്ഞ് എഴുന്നേൽക്കണ്ടാന്ന്. ചേട്ടൻ ഇന്ന് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ട് പോയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചിട്ടേ അങ്ങനെ വെള്ളം തിളപ്പിച്ച് പാത്രം കഴുകാനാണ് നേരത്തെ വെച്ചിരുന്നത്. കണ്ട ഇരുട്ടായതേ ഉള്ളൂ, നേരമൊന്നും വെളുത്തിട്ടില്ല. അക്കുവും ചക്കിയും പിന്നെ അടുക്കള ആൾ തന്നെ കണ്ടാൽ പിന്നെ ബഹളമാണ് തുറന്നു വിടാനായിട്ട്. അപ്പം മകൾ ഉണർന്ന് കിടക്കുകയാണ്. മകൾക്ക് പഠിക്കാണ്ടെന്ന് പറഞ്ഞ് എണ്ണീക്ക് എന്നിട്ട് പിന്നെ എന്നെ കണ്ടപ്പം തലവണയൊക്കെ എടുത്ത് വെച്ചിട്ട് അവൾ കിടന്ന് കളിക്കുന്നു. അപ്പം 5:15. അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, പോയി കിടന്നോ അല്ലെങ്കിൽ എപ്പോഴാണ് വീഴുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല, ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് രാവിലെ എണീറ്റ പ്രശ്നം തന്നെയാണ് കേട്ടോ. ഒന്ന് വീണായിരുന്നു, പിന്നെ ചെറിയ നോർമലായിട്ട് വലിയ ഫിക്സൊന്നും വന്നില്ല. അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക ചേട്ടൻ എന്തൊക്കെ അവിടെ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ വെള്ളം ചായക്ക് എനിക്ക് ചായ ഇടാനായിട്ട് വെച്ചു, പിന്നെ വെള്ളം തിളപ്പിക്കും, ചോറ് വയ്ക്കാനായിട്ട് വെച്ചു, അരിയൊക്കെ എടുക്കുന്നു. അങ്ങനെ അതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. കാരണം ഞാൻ ഇവിടെ കിടന്ന് ജോലി ചെയ്യുമ്പം എനിക്ക് അവിടെ കിടന്ന് ഉണർന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിടക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ വന്ന് ജോലി ഇതിലേൽ ഇവിടെ ഇരിക്കും. അങ്ങനെ മകൾ പിന്നെ അവിടെ മുറ്റം തൂക്കാൻ പറ്റാതെ മഴയായതുകൊണ്ട് മുറ്റം തൂത്തില്ല. അവൾ ഇറയം തൂക്കാനും എന്ന് വെച്ചാൽ 9:30 ആകുമ്പോൾ പോകണം. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുക, എൻ്റെ ജീവിതം ഏത് വഴിയാണ് പോകുന്നത്. നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും അല്ല കേട്ടോ പോകുന്നത്, തിരിച്ചും മറിച്ചും ഒക്കെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ദോശമാവാണ്, ഒന്നീ ദോശ അല്ലെങ്കിൽ പൊട്ട്. എനിക്ക് ചപ്പാത്തിയോട് താല്പര്യമില്ല. ഇവിടെ ചപ്പാത്തി വാങ്ങിച്ച് അവിടെ ചുട്ട് അവർ കഴിക്കും. എനിക്ക് എന്നും ദോശയാണ്. അപ്പോൾ മീൻ കറി കലക്കി വെച്ചു കേട്ടോ. മീൻ നമ്മൾ തലേന്ന് മേടിച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ വെച്ചേക്കും. പിന്നെ പൊരിക്കാനൊന്നും ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് ചേട്ടൻ പാത്രം കൂടെ കഴുകി വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ചോറ് വേവിച്ച് ചോറിന് ഊറ്റാൻ വേണ്ടിയാണ് പാത്രം കഴുകി ഒതുക്കുന്നത്. അവിടെ വെച്ചാണ് ഊറ്റുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മീൻ കറി വെച്ച് മകൾ അവിടെ കുറച്ച് നേരം ടി വി കാണും കേട്ടോ. എല്ലാ ജോലിയും ചെയ്ത് വരുമ്പോൾ ക്ഷീണം, ഫാനൊക്കെ ഇട്ട് അവിടെ നിന്ന് ടി വി കാണും. അങ്ങനെ ഞങ്ങൾ പോകാറുണ്ട്. അപ്പം ഞാൻ നന്നായി ഒരുങ്ങുന്ന കൂട്ടത്തിലായിരുന്നല്ലോ. അപ്പോൾ ഇപ്പം മാലയും വളയും പൊട്ടും കമ്മലും പൊട്ടിടാറുണ്ട്, കമ്മലൊന്നും ഇടാറില്ല. അപ്പോഴും ഞാൻ ചെന്ന് നല്ല കണ്ണൊക്കെ എഴുതി കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് പോകാമെന്ന്. അങ്ങനെ സുന്ദരിയൊക്കെ ആയിട്ട് പോയതാണ്. ബാക്കി ഞാൻ കഥ അവിടെ ചെന്നിട്ട് പറയാം. ഇതിൽ ഇത്തായ കേട്ടോ, അതുകൊണ്ട് സ്ലോ മോഷനിൽ കാണിച്ചാൽ ഞാൻ പറയും. എൻ്റെ കൂട്ടുകാരി എന്നെ കാണാൻ വന്നായിരുന്നു, പക്ഷേ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴും നമ്മളിങ്ങനെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക, ബെൻസറിലോട്ട് പോകുക. അപ്പം മോളെ ട്യൂഷൻ സെൻറ്റർ അതിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പം മോളെ ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച് മോളെ ഇങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ നമ്മൾ ബെൻസർ ഹോസ്പിറ്റലിലോട്ട് വന്നു. ഇനിയാണ് കഥ നടക്കാൻ പോകുന്നത്. ഞങ്ങൾ ഇങ്ങനെ സ്കാനിങ് ചെയ്യാനായിട്ട് ഇങ്ങനെ നടന്ന് പോയിക്കപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. വലിയ ഗമയിൽ വീഡിയോ ഒക്കെ എടുത്ത് നല്ല സ്റ്റഡി ആയിട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്നെ അന്തം വിട്ട് കുന്തം പിഴിഞ്ഞ് കണക്ക് നോക്കിയിരിക്കുന്നു. കാരണം ഇവൾ കല്യാണത്തിനാണോ പോകാൻ വന്നതാണോ, മാലയും വളയും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ തീർന്നേ. അവർ വിചാരിച്ചോ ഇവൾ ഏതോ കല്യാണത്തിന് പോകാൻ റെഡിയായി വന്നതാണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് കണ്ണെഴുതി പൊട്ടൊക്കെ ഇട്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ, ആശുപത്രി അങ്ങനെ ആരും പോകാറില്ലല്ലോ അങ്ങനെ. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ചേട്ടനാണ് രോഗി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചേട്ടനെ ഇങ്ങനെ സഹതാപത്തോടെ നോക്കി, എന്നെ അന്തം വിട്ട് നോക്കി. അങ്ങനെ എനിക്കാണെങ്കിൽ ചിരിയും വരും. എവിടെ ചെന്നാലും ആദ്യം ചോദിക്കും ചേട്ടനാണോ അസുഖം എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. എന്നെ ആർക്കും കണ്ടാലും മനസ്സിലാവത്തില്ല, ആരും ചോദിക്കാറില്ല. എപ്പോഴും ചേട്ടനെ രോഗിയായിട്ട് കരുതിയാണ് ഒക്കെ. അതെനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് എപ്പോഴും തോന്നും കേട്ടോ. അങ്ങനെ നമ്മളെ ബില്ലൊക്കെ എടുത്ത് ഞാൻ നല്ല സ്റ്റൈലിലൊക്കെ പോയി അവിടെ ഇരുന്നപ്പോഴത്തേക്ക് കിടക്കുന്നു തറയിൽ. അങ്ങനെ കുഴഞ്ഞ് വീണ്. പിന്നെ നമ്മളെ വീൽ ചെയറുകാരൻ ഓടി വീൽ ചെയറും കൊണ്ടുവന്ന് അതിനകത്ത് കയറ്റി ഇരുത്തി നമ്മളെ കൊണ്ടുപോയി എവിടെയാണ് കാഷ്വാലിറ്റി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത്. ഒന്നും പറയണ്ട. പിന്നെ കുറേ നേരം അവിടെ കിടന്ന് റിലാക്സ് ആയതിനു ശേഷം ഒരു 1:30 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. രാവിലെ 10 മണിക്ക് പോയതാണ്. സ്കാനിങ് പിന്നെ അപ്പോൾ തന്നെ എടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് ചായയും എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. ഞാൻ ഒരു കാപ്പിച്ചൂന വാങ്ങിച്ചു. അപ്പോൾ ചേട്ടൻ അവിടെ ഇരിക്കുന്ന ഒരു മുട്ടയുടെ എന്തോ ഒരു സാധനം, അപ്പോൾ അത് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര താല്പര്യം. സാധാരണ അങ്ങനെ ചേട്ടൻ പുറത്തുനിന്നും കഴിക്കാറില്ല കേട്ടോ. ഞാനാണ് ആക്രാന്തം പിടിച്ച് എല്ലാം വാങ്ങിച്ച് കഴിക്കാറുള്ളത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഇതിൽ നിന്ന് പറഞ്ഞാൽ എടുത്തോളാം. അങ്ങനെ റോള് കണക്കൊരു സാധനം. അങ്ങനെ അതെടുത്തു അവിടെ വലിച്ച് പറിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, പ്ലാസ്റ്റിക്കൊക്കെ ഇളക്കാൻ. അങ്ങനെ വലിച്ച് പറിച്ച് കഴിച്ചിട്ടോ. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഞാൻ കടിച്ചിട്ട് തരാം, രുചിയുണ്ടോ ഒന്ന് നോക്കട്ടെ പറഞ്ഞു. അങ്ങനെ ഞാൻ കടിച്ചിട്ട് ചേട്ടന് കൊടുത്തു. അപ്പോൾ ചേട്ടൻ കഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ട്, കഴിച്ചോളാം. ഞാൻ വേണ്ട, എനിക്കെന്തോ കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. ഞാൻ പിന്നെ നല്ല കാപ്പിച്ചീനോ നല്ല അടിപൊളിയായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളുടെ അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞ്, എന്നാലും വീണാലും ചേട്ടന് ഭയങ്കര പേടി കേട്ടോ. അങ്ങനെ ചേട്ടൻ എന്നെ ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സർജനെ കാണണമായിരുന്നു. അതെന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം കേട്ടോ, എന്തിനാണ് സർജനെ കണ്ടേന്നുള്ളത്. അങ്ങനെ സർജനെ കാണുന്നപ്പോൾ അവിടെ ഒരു കൂനാൾ. പിന്നെ കുറേ നേരം ഞങ്ങളവിടെ പോസ്റ്റായിട്ട് ഇങ്ങനെ ഇരുന്ന് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല, ഭയങ്കര ആൾ കാരണം. പിന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി, കാരണം എല്ലാവർക്കും നമ്പർ കൊടുത്തിട്ട്. അപ്പം ഞങ്ങൾ രണ്ടുകൂടെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ പിന്നെ നോക്കിയപ്പോൾ അടുത്തൊന്നും ആളില്ലാത്തതുകൊണ്ടാണ് വീഡിയോ എടുത്തു കേട്ടോ. ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ തോനെ വീഡിയോ ഒന്നും എടുക്കാതെ നിന്നില്ല. ഒന്നാമത് ആശുപത്രിയില്ലേ.
അങ്ങനെ സർജൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്ത് അങ്ങനെ സർജനെ കണ്ടു. മോഹൻ ഡോക്ടറാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ സർജനെയും കണ്ട് പിന്നെ സർജൻ പറഞ്ഞ് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് 16 വർഷം മുമ്പുള്ള എൻ്റെ കൂട്ടുകാരിയെ കണ്ടത്. എനിക്ക് മനസ്സിലായി, പക്ഷെ അവൾക്ക് എന്നെ മനസ്സിലായില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൾ ഞെട്ടിപ്പോയി. അവൾ ഇത്രയും വർഷമായിട്ട് നീ എന്നെ ഓർത്തിരുന്നില്ല. അവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവളെ മോനെയും എൻ്റെ മോളെയും ഞങ്ങൾ അഡ്മിറ്റായി അവിടെ കിടന്ന് ഒരു റൂം ഷെയർ ചെയ്താണ് കിടന്നത് കേട്ടോ. പിന്നെ അവൾ മാറിപ്പോയി, കാരണം അവൾക്ക് ഒറ്റ റൂം കിട്ടിയപ്പോൾ അവൾ പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്ത് അവൾക്ക് ഓർമ്മ വന്നപ്പോൾ എനിക്ക് സന്തോഷമായി. അവളങ്ങനെ ഇങ്ങോട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച്. ഇപ്പം 18 വയസ്സായില്ലേ, മോളെ 2 വയസ്സിലായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ പിന്നെ മെഡിസിൻ എടുക്കാൻ പിന്നെ പറയണ്ട കേട്ടോ, ഭയങ്കര ആളല്ലേ. അപ്പോഴും ഭയങ്കര മഴയും അങ്ങനെ പിന്നെ അവിടെയൊക്കെ ചുറ്റും കറങ്ങി അടിച്ചു, വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു. അവിടെ കുറേ അമ്മമാരുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാവർക്കും ചോദിച്ചു. അപ്പോൾ എല്ലാവരും 2-3 പേര് എന്നോട് ചോദിച്ചു അറിയുമോ. ഞാൻ പറഞ്ഞു അറിയുന്നതിന് നമ്മളൊരു ചിരി അല്ലേ, ഒരു ചിരി കൊടുക്കുമ്പോൾ ഒരു ചിരി വരുമ്പോൾ ഒരു സന്തോഷമല്ലേ. അതൊക്കെ അങ്ങനെ ഞാനങ്ങനെ കേട്ടാ. അങ്ങനെ നടന്ന് മാസ്ക് ഇട്ടേക്ക് വന്നു, വലിയ സ്റ്റൈലി മാസ്ക് ഒക്കെ ഇട്ട്. കാരണം എനിക്ക് പൊടി ഇപ്പോൾ മാസ്ക് ഇട്ടാലേ നമുക്ക് പൊടി നല്ല ഒഴിവാകും കേട്ടോ. മിക്കവാറും മാസ്ക് ഇടുന്നതാണ് നല്ലത് കേട്ടോ. ഞാൻ ഡോക്ടറെ അടുത്ത് കയറുമ്പോൾ ഞാൻ മാസ്ക് ഇട്ടാണ്ടേ കയറാറുള്ളൂ. അങ്ങനെ ഓട്ടോ വിളിച്ച് ഇതാണ് നമ്മളുടെ ബെൻസർ ഹോസ്പിറ്റലിൽ തലയും കുത്തി എടുത്തു പോയി. ഓട്ടോ വിളിച്ച് വീട്ടിൽ വന്നപ്പം മകൾ ആദ്യമേ ഒരു കിസ്സ് തന്നായിരുന്നു. അതുപോലെ വീഡിയോ എടുക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്നും കൂടെ തരാം. അപ്പോൾ അവൾക്കറിയാം കേട്ടോ, നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോയാൽ അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരുന്നു. 2 പേർക്കും അറിയാം കഴിക്കാനുള്ള വാങ്ങിച്ചുകൊണ്ട് വരും എന്നുള്ളത് കേട്ടോ. ഈ പൊരിപ്പ് എന്തെങ്കിലും അങ്ങനെ അവൾ മേശപ്പുറത്ത് കാണത്തോണ്ട് അടുക്കളയിൽ പോയി നോക്കിയിട്ടാണ് പിന്നെ പോയി കുളിച്ചിട്ടൊക്കെ വന്ന് കഴിച്ചത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.